തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് എന്നും തിളങ്ങി നിൽക്കുന്ന താരജോഡികളാണ് ദളപതി വിജയും തൃഷയും. ഇവർ ഒരുമിച്ചെത്തുന്ന ഓരോ വാർത്തകളും ചിത്രങ്ങളും പ്രേക്ഷകർക്ക് വലിയ ആവേശമാണ്. ഇരുവരുടെയും ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് തരംഗമായി മാറാറുണ്ട്. അടുത്തിടെ തമിഴ് സിനിമയുടെ സ്വന്തം ദളപതി വിജയുടെ പിറന്നാൾ ദിനത്തിൽ തൃഷ പങ്കുവച്ച ഒരു ചിത്രവും അതിനൊപ്പമുള്ള കുറിപ്പും വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു. തൃഷയുടെ പ്രിയപ്പെട്ട വളർത്തുനായയായ ഇസ്ലിയെ വാത്സല്യത്തോടെ തലോടുന്ന വിജയെയും അരികിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന തൃഷയുമായിരുന്നു ആ മനോഹരമായ ചിത്രത്തിൽ കണ്ടത്. ഏറ്റവും മികച്ചയാൾക്ക് പിറന്നാൾ ആശംസകൾ എന്ന സ്നേഹ നിർഭരമായ അടിക്കുറിപ്പോടെയായിരുന്നു തൃഷ ഈ ചിത്രം പങ്കുവച്ചത്. ഈ ചിത്രം പുറത്തു വന്നതോടെ വിജയുടെയും തൃഷയുടെയും ആരാധകർ ആവേശത്തോടെ ചിത്രത്തിന് താഴെ കമന്റുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഈ മനോഹരമായ ചിത്രത്തിന് പിന്നാലെ വിജയും തൃഷയും തമ്മിൽ പ്രണയമാണെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ സിനിമാ കോളങ്ങളിൽ വീണ്ടും സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണെന്നാണ് ചില സിനിമാ വൃത്തങ്ങൾ പ്രചരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം നോർവേയിൽ ഇരുവരെയും ഒരുമിച്ച് കണ്ടതോടെ ഈ അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമായി. തൃഷ ഇപ്പോഴും വിവാഹം കഴിക്കാതെ അവിവാഹിതയായി തുടരുന്നത് ഈ ഗോസിപ്പുകൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. ഒരുമിച്ച് സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗഹൃദം പലപ്പോഴും പ്രണയമായി വളരാനുള്ള സാധ്യതകൾ സിനിമാ ലോകത്ത് പതിവായതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആരാധകർക്കിടയിൽ സ്വീകാര്യത ലഭിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ചുറ്റിപ്പറ്റി വരുന്ന ഈ പ്രണയ ഗോസിപ്പുകളോട് ഒടുവിൽ പരോക്ഷമായി മറുപടി നൽകിയിരിക്കുകയാണ് തൃഷ. തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ സ്റ്റോറിയിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം. നമ്മൾ പ്രണയത്തിൽ മുഴുകിയിരിക്കുന്നത് കാണുമ്പോൾ ചുറ്റുമുള്ള ദുഷിച്ച മനസ്സുള്ളവർക്ക് അത് കൺഫ്യൂസിംഗ് ആണ് എന്നായിരുന്നു തൃഷ കുറിച്ച വരികൾ. ഈ വാക്കുകൾ ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നവർക്കുള്ള ശക്തമായതും അതേസമയം ബുദ്ധിപരമായതുമായ മറുപടിയാണെന്നാണ് ആരാധകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടത്. തങ്ങളുടെ പ്രണയം എന്നത് സ്വന്തം ജീവിതത്തോടും ജോലിയോടും ഉള്ളതാണെന്നും അതിനെ തെറ്റിദ്ധരിച്ച് വ്യക്തിപരമായ ബന്ധങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നവർക്ക് ഇതൊരു തിരിച്ചടിയാകുമെന്നും ചില ആരാധകർ വിലയിരുത്തി. പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും മായാത്ത സ്ഥാനമുള്ള ഒരു താരജോഡിയാണ് വിജയും തൃഷയും. ഗില്ലി, തിരുപ്പാച്ചി, ആദി, കുരുവി തുടങ്ങിയ നിരവധി ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറി. ഈ ചിത്രങ്ങളിലെ ഇവരുടെ കെമിസ്ട്രി പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. ഗില്ലി എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം തൃഷയും വിജയും വീണ്ടും ഒന്നിച്ചെത്തിയത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രത്തിലായിരുന്നു. ഈ ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയം നേടുകയും ഇരുവരുടെയും കോമ്പിനേഷൻ വീണ്ടും ആഘോഷിക്കപ്പെടുകയും ചെയ്തു. തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരമാണ് വിജയ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മുൻപ് രജനീകാന്ത് കയ്യാളിയിരുന്ന ജനപ്രീതിയുടെ കിരീടം ഇന്ന് വിജയുടെ കൈവശമാണുള്ളത്. എത്ര മോശം ചിത്രമാണെങ്കിലും അത് ലാഭത്തിലെത്തിക്കാൻ ഈ ആരാധക വൃന്ദം കൊണ്ട് വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണാം. എന്നാൽ വിജയ് ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് അടുത്തിടെ താര സിനിമയിൽ നിന്ന് പിന്മാറുകയാണെന്നും അറിയിച്ചിരുന്നു. TVK എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിജയും മുഴുവൻ സമയം പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണെന്നാണ് അറിയിച്ചത്. വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരിക്കും വിജയുടെ പാർട്ടി മത്സരിക്കുക. അതിനു മുന്നോടിയായി താരം നായകനാകുന്ന അവസാന ചിത്രമായ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തും. നിലവിൽ പ്രിയതാരം തൃഷയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം മണിരത്നവും കമൽഹാസനും ഒന്നിച്ച തഗ് ലൈഫാണ്. ഇതൊരു ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു. ഇപ്പോൾ സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ തിരക്കിലാണ് തൃഷ. തൃഷയുടെ കരിയർ ഗ്രാഫ് ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. അതേസമയം 3 പതിറ്റാണ്ടായി അഭിനയ രംഗത്തുള്ള വിജയ് തന്റെ 51ാം പിറന്നാളാണ് കഴിഞ്ഞ ദിവസം ആഘോഷിച്ചത്. രജനീകാന്തും കമൽഹാസനും അടക്കിവാണിരുന്ന കോളിവുഡിലെ താരസിംഹാസനത്തിലേക്കുള്ള വിജയുടെ കടന്നുവരവ് ഏറെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു. അതിനാൽ താരപദവിയിൽ തന്റെ സമകാലികരായി മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത അത്ര ഉയരത്തിലാണ് വിജയ്. നിലവിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ജനനായകനാണ് വിജയുടെ അവസാന ചിത്രമായി തിയേറ്ററിലെത്തുന്നത്. അത്യാഡംബരത്തിന്റെയും പടുകൂറ്റൻ പ്രതിഫലത്തിന്റെയും നടുവിൽ നിന്നാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. $72 മില്യൺ വിജയുടെ ആസ്തി എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതായത് ഏകദേശം 600 കോടി രൂപ. 2024 കണക്കാണിത്. ബീസ്റ്റ് എന്ന ചിത്രത്തിനായി അദ്ദേഹം 100 കോടി രൂപ വാങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. ദർബാറിന് 90 കോടി രൂപ പ്രതിഫലം വാങ്ങിയ രജനീകാന്തിന്റെ വരുമാനത്തേക്കാൾ വളരെ കൂടുതലാണിത്. ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുടെ ശമ്പളവും ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകളിലും കൂടി ചേർത്താൽ 100 കോടി മുതൽ 120 കോടി രൂപ വരെയാണ് അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം.
മുൻനിര ബ്രാൻഡുകളുടെ അംഗീകാരത്തിലൂടെ അദ്ദേഹം പ്രതിവർഷം ഏകദേശം 10 കോടി രൂപ സമ്പാദിക്കുന്നുമുണ്ട്.